ദിലീപ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു കൊല്ലത്ത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും കൊല്ലത്തുണ്ടായതൊരു തെറ്റായ പ്രവണതയാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നേതൃത്വം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എം വി ഗോവിന്ദൻ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഒരു തെറ്റായ പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് കൊല്ലത്തേക്ക് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതായത് പാർട്ടി നേതൃത്വം സംസ്ഥാന സെക്രട്ടറി തന്നെ ജില്ലയിലേക്ക് എത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇന്ന് വരുന്നു, ഈ നടപടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ എന്താണ് അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായത്? യോഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? യോഗ നടപടി വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല. അല്പം മുമ്പായിരുന്നു യോഗങ്ങളെല്ലാം തന്നെ അവസാനിച്ചത്. അവസാനിച്ച ശേഷം യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അത് പിരിച്ചുവിട്ടുന്നു, അത് പുതിയ ഏരിയ കമ്മിറ്റി പുതിയ സംഘടന രൂപീകരിക്കും എന്നാണ്, പുനഃസംഘടന നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയ തോതിൽ നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത്. കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സംസ്ഥാനത്ത് CPM വലിയ വേരോട്ടമുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ NSന്റെ നാട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായത്. പാർട്ടി പ്രവർത്തകർ തമ്മിൽ തല്ലുകയും അത് ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടാകുകയും അടക്കം ചെയ്തത് NSന്റെ നാട്ടിലാണ്. കരുനാഗപ്പള്ളിയിൽ ഈ പാർട്ടി യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തുന്നു. അവിടെ പാർട്ടി പ്രവർത്തകർ സംസ്ഥാന സമിതി അംഗങ്ങളെ സോമപ്രസാദിനെയും രാജഗോപാലിനെയും പൂട്ടിയിടുന്നു. മണിക്കൂറുകളോളം പൂട്ടിയിട്ട വിഷയങ്ങളുണ്ടാകും. അതിൽ നിന്ന് തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും സംസ്ഥാന സമിതി അംഗങ്ങൾ തയ്യാറാകാത്തതിനെ തുടർന്ന് പിന്നീട് പാർട്ടി പ്രവർത്തകരെത്തി പൂട്ട് പൊളിച്ച് അകത്ത് കടക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇത് പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. പാർട്ടി വലിയ തോതിൽ, അതായത് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ വലിയ തോതിൽ ഇത് ചർച്ചയാകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ ഇത്തരം പ്രവണതകൾ വച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ തന്നെ കൊല്ലത്തെത്തി യോഗം ചേരുകയും ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക. കടുത്ത വിഭാഗീയത കാരണം കൊണ്ട് പാർട്ടിക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കുന്ന വലിയ സംഭവങ്ങളുണ്ടായി. പാർട്ടി നേതാക്കൾക്കെക്കുറിച്ച് കരുനാഗപ്പള്ളിയിൽ പലയിടത്തുമായിട്ടുള്ള പോസ്റ്ററുകൾ പതിയുന്നു. കുറുവാ സംഘത്തിൻ്റെ കയ്യിലകപ്പെട്ട നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അരീബാബയും ചേട്ടപ്പാരി ബാർ മുതലാളിമാരും വലിയ പണമിടപാട് നടത്തുന്ന ആളുകൾ എന്നാലും പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് പതിക്കുന്ന സംഭവങ്ങളടക്കം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ CPMന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത്. അതുമായി ബന്ധപ്പെട്ട് അത് നാണക്കേടുണ്ടാക്കിയതിനെ തുടർന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കൊല്ലത്തെത്തുന്നതും. കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റും അത് ജില്ലാ കമ്മിറ്റി യോഗവും നടക്കും. അതിനുശേഷമുണ്ടായ തീരുമാനമാണ് കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക. അവരുടെ വൈകുന്നേരങ്ങളിൽ DC-യിൽ പ്രത്യേക യോഗം ചേരണം. അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തായാലും അറിയണം. എന്തായാലും ഇപ്പോൾ പ്രധാനമായും പറയേണ്ടത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. 11 പേർക്ക് ഇനിയുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിച്ചത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നടപടി എന്താകും എന്നുള്ളത് വൈകാതെ തന്നെ നമ്മൾക്ക് അറിയാൻ കഴിയും. ശ്രുതി. ഓക്കെ ദിലീപ്.